ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജ കഴിഞ്ഞ് പൂജാരി പറയും ഇനി മഹാലക്ഷ്മി വിളക്ക് എടുത്തു. ആ സമയത്ത് മുത്തശ്ശി ഭൂമിയുടെ അടുത്ത് പറയും, മോളെ ആ മഹാലക്ഷ്മി വിളക്ക് എടുത്തു. അങ്ങനെ ഭൂമി ആ വിളക്കും കൊണ്ട് വരികയാണ്. ആ സമയത്ത് ഭവാനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭവാനിക്കും അഞ്ജനയ്ക്കും നല്ല ദേഷ്യം വരികയാണ് ഭൂമിയുടെ അടുത്ത്. അങ്ങനെ പൂജാരി പറയും ഈ മഹാലക്ഷ്മി വിളക്ക് 3 തവണ ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും വന്നു ചേരും. എന്നിട്ട് പറയും ഈ വിളക്ക് കയ്യേറ്റു വാങ്ങിയാൽ അത് ഒഴിഞ്ഞവർ തന്നെ പൂർണ്ണമാക്കണം, അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിൽ നാശം സംഭവിക്കും. എന്നിട്ട് മാധവൻ്റെയും സംഗീതയുടെ അടുത്ത് പറയും ഇനി 2 പേരും എഴുന്നേറ്റ് നിന്ന് മഹാലക്ഷ്മിക്ക് ആരതി ഒഴിഞ്ഞോളൂ. ആ സമയത്ത് മുത്തശ്ശി പറയും ഇനി വൈകിക്കേണ്ട മോളെ, വേഗം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സംഗീതയും മാധവനും എഴുന്നേറ്റ് ആരതി ഒഴിയാണ്. അങ്ങനെ അഞ്ജന അജയുടെ അടുത്ത് നിന്ന് എണീറ്റ് വന്നിട്ട് ഭവാനിയോട് പറയും, അമ്മേ എനിക്കും അജയ്ക്കും ആരതി ഒഴിയണം. അന്നേരം ഭവാനി പറയാണ് അത് നീ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ പറ. അങ്ങനെ അഞ്ജന മുത്തശ്ശിയോട് ചോദിക്കും, മുത്തശ്ശി ഞാനും അജയും ആരതി ഒഴിയട്ടെ? അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കും അതിന് സാധ്യതയുണ്ടോ എന്ന് അറിയില്ലല്ലോ മോളെ. അജയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് അജയ് പറയും വേണ്ട മുത്തശ്ശി, അത്തരം ചടങ്ങൊന്നും വേണ്ട, അത് വിവാഹം കഴിഞ്ഞവർ ചെയ്യേണ്ട ചടങ്ങാണ്, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല മുത്തശ്ശി. അജയ് അങ്ങനെയൊക്കെ പറയുമ്പോൾ സംഗീത പറയും അത് പൂജാരി പറയട്ടെ. അന്നേരം പൂജാരി പറയാണ് ഒത്തുചേരേണ്ടവർ മഹാലക്ഷ്മി ആരതി ഒഴിഞ്ഞ് എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല, ഇന്നല്ലെങ്കിൽ നാളെ അവർ അത് ചെയ്യേണ്ടതാണല്ലോ. വീണ്ടും അജയ് ഇങ്ങനെ പറയും. എന്നിട്ട് സത്യദാസിനോട് പറയും വല്യമ്മാവ അത് എനിക്ക് താല്പര്യമില്ല വല്യമ്മാവ. അപ്പം സത്യൻ പറയണേ വിളക്കെടുത്ത് എന്ന് കരുതി അതൊരു താലികെട്ടൊന്നല്ലല്ലോ, എല്ലാവർക്കും അതാണ് താല്പര്യമെങ്കിൽ നീ അത് ചെയ്യേ. അങ്ങനെ ഇഷ്ടമില്ലാതാണെങ്കിലും 2 പേരും ആരതി ഒഴിയാണ്. ആ സമയത്ത് ഒരു തവണ ഒഴിയുമ്പോൾ തന്നെ അഞ്ജനയുടെ കയ്യിൽ നിന്ന് ഫോൺ കോൾ വരുന്ന സമയത്ത് അഞ്ജനയ്ക്ക് ആ തട്ടിൽ ശ്രദ്ധിക്കാതെ വരികയും അങ്ങനെ ആ വിളക്ക് താഴെ വീഴാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ഭൂമി അവിടെ തൊട്ടരികിൽ നിൽക്കുന്നുണ്ടാവും. ഭൂമി വേഗം ആ വിളക്ക് ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് അജയും ഭൂമിയും കൂടെ ഓർക്കാതെ വീണ്ടും ആ ആരതി ഒഴിഞ്ഞ് മുഴുവനാക്കുകയാണ്. ഭൂമിക്കാണെങ്കിലോ വീഴാൻ പോയ വിളക്ക് പിടിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയണില്ല. അവൾ ആകെ അമ്പരന്ന് ആണ് അജയുടെ കൂടെ ആ ആരതി ഒഴിയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഭവാനിക്കും അഞ്ജനയ്ക്കും ഇങ്ങനെ കലിതുള്ളി നിൽക്കുകയാണ് 2 പേരും. അങ്ങനെ അത് ഒഴിഞ്ഞതിന് ശേഷം ഭൂമി പറയും സോറി എന്ന് പറയുമ്പോൾ ഭവാനി പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് പറയും എന്ത് സോറി, നീ എന്താടി കാണിച്ചത് പലഹാര കച്ചവടക്കാരി? എന്നിട്ട് പറയാണ് നീ ഈ വീട്ടിൽ പൂജയ്ക്ക് കയറിയത് തന്നെ ആക്ഷേപമാണ്, ഇതെന്താ നീ ജീവിക്കുന്ന തെരുവാണെന്ന് കരുതിയോ? ഇറങ്ങടി പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരൊക്കെ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് സംഗീത ചോദിക്കും മഹാലക്ഷ്മി പൂജ കൊണ്ട് ഫലം ഇല്ലാതായോ തിരുമേനി? അഞ്ജന പറയും ഇവള് വന്നപ്പം എന്നെ തെറി പറഞ്ഞു, പിന്നീട് അജയുടെ അടുത്ത് തട്ടിക്കേറി, ഒരുമാതിരി കൾച്ചറൽസ് ബിഹേവിയർ. അപ്പം മുത്തശ്ശി ചോദിക്കും തിരുമേനി പൂജ കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടായോ? അപ്പോൾ പൂജാരി പറയാണ് ഇല്ലമ്മേ, ആ വിളക്ക് താഴെ വീണിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് നാശം സംഭവിച്ചേനെ, വീടിൻ്റെ ഐശ്വര്യം കാത്തു രക്ഷിക്കാൻ ഈ കുട്ടിക്ക് കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ സത്യദാസിന് ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് സത്യദാസ് ഭൂമിയുടെ അടുത്ത് പറയും ഭൂമി നീ വളരെ ബുദ്ധിയുള്ള കുട്ടിയല്ലേ, ഇവർ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട, ഞങ്ങൾ സോറി പറയാണ് എന്നൊക്കെ ഭൂമിയുടെ അടുത്ത് പറയും. അത് സാരമില്ല സർ, ഇവർ പറഞ്ഞതും ശരിയല്ലേ, എനിക്ക് വീട്ടിൽ എന്ത് അവകാശമാണുള്ളത്, ഞാൻ വെറും പലഹാര കച്ചവടക്കാരി. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും ഞാൻ മോളെ അങ്ങനെ കരുതിയിട്ടില്ല. അപ്പോൾ ഭൂമി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അന്ന് അമ്പലത്തിൽ ഭൂമിയെ കയറ്റിവിടാതിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞ കാര്യമൊക്കെ ഭൂമി ഓർക്കുകയാണ്. അവളെൻ്റെ കൊച്ചുമോളായങ്ങ് കയറ്റിവിടുക എന്ന് പറഞ്ഞതൊക്കെ. അപ്പോൾ ഭൂമി പറയും മുത്തശ്ശി എന്നെ അങ്ങനെ കരുതില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ മുത്തശ്ശി എല്ലാവരോടുമായിട്ട് പറയും എല്ലാവരോടും കൂടെ ഞാനൊരു കാര്യം പറയാം, ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയം നടന്നിരിക്കും. അത് കേൾക്കുമ്പോൾ അഞ്ജനയ്ക്ക് നല്ല സന്തോഷമാവാണ്. അജയാണെങ്കിലോ പെട്ടെന്നൊരു ഷോക്കേറ്റ പോലെ ഇങ്ങനെ അങ്ങനെ പിന്നീട് മേലെ ഹാളിൽ നിന്നിട്ട് ഭവാനിയും അഞ്ജനയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അഞ്ജന ഭവാനിയുടെ അടുത്ത് പറയും ഓപ്പറേഷൻ സക്സസ്, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം, ഓരോ ചുവടും ഇനി സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അഞ്ജന പറയും അമ്മ ക്യാപ്റ്റൻ, ഞാൻ സോൾജർ. പിന്നീട് അവിടേക്ക് സത്യദാസ് ഇങ്ങനെ കയറി വരികയാണ്. എന്നിട്ട് അഞ്ജനയുടെ അടുത്ത് ചോദിക്കും മോളിപ്പോൾ ഹാപ്പി അല്ലേ, എല്ലാറ്റിനും വല്യച്ഛൻ കൂടെ ഉണ്ട്. അന്നേരം ഭവാനി പറയും വല്യച്ഛനല്ലല്ലോ കൂടെ ഉണ്ടാവേണ്ടത്, ഇവളുടെ അച്ഛനല്ലേ,
മറന്നു കാണില്ലല്ലോ സാഗർദാസ്, അഞ്ജനയുടെ അച്ഛൻ. ഇവളുടെ വിവാഹ നിശ്ചയം അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് സാഗറായിരുന്നു. എവിടെയാണ് സാഗർ, ഇല്ലാണ്ടാക്കിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ സത്യദാസിന് എന്തോ പോലെ ആവാണ്. അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് പോവും. അപ്പോൾ അഞ്ജന ഭവാനിയുടെ അടുത്ത് ചോദിക്കും, അമ്മ ഒരു അവസരവും പാഴാക്കുന്നില്ല. അങ്ങനെ അഞ്ജന ഭവാനിയോട് പറയും, എനിക്ക് ആ കച്ചവടക്കാരിയോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ ഭൂമിയുടെ അടുത്തേക്ക് വരികയാണ്. ഭൂമി കിച്ചണിൽ പൂജയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ പെറുക്കിയെടുക്കുകയാണ്. അങ്ങനെ അഞ്ജന വന്നിട്ട് ഭൂമിയുടെ അടുത്ത് ഹലോ എന്ന് ചോദിക്കുമ്പോൾ ഭൂമി പറയും, ആ അഞ്ജന. അത് കേൾക്കുമ്പോൾ അഞ്ജന പറയാണ്, നീ പേര് വിളിക്കാൻ തുടങ്ങിയോ? വലിയ വീട്ടിലെ കുട്ടികളെ റെസ്പെക്റ്റോട് കൂടി വേണം ബിഹേവ് ചെയ്യാൻ. അപ്പോൾ ഭൂമി ചോദിക്കും, ഓ മാഡം എന്തിനാ വിളിച്ചത്? അപ്പോൾ അഞ്ജന പറയാണ്, ഇത്രയ്ക്ക് ഓവർ സ്മാർട്ട് ആവണ്ട, തറകൾ തറയിൽ നിന്നാൽ മതി. ഇപ്പം ഈ പറയുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാം. അതെ, ആ വിളക്ക് താഴെ പോകണ്ടെന്ന് കരുതിയാണ് ഞാൻ പിടിച്ചത്. അപ്പോൾ അഞ്ജന ചോദിക്കും, ഫോർ വാട്ട്? അത് അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. അതിന് നിനക്കെന്താ? നിന്നെ ആരെങ്കിലും അതിന് ചുമതലപ്പെടുത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എടി പൊടി എന്നൊക്കെ വിളിക്കുമ്പം ഭൂമി ചോദിക്കുകയാണ്, ദേ മാഡം, എടി പൊടി എന്നൊന്നും വിളിച്ചേക്കരുത്. അപ്പം അഞ്ജന പറയും, നീയൊക്കെ തെരുവ് സ്റ്റൈലല്ലേ, ആ നിലയിലാണ് നിന്നോട് ഞാൻ സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഭൂമി പറയാണ്, ഞാൻ തെരുവ് സ്റ്റൈലാണെങ്കിൽ അതിലും വലിയ തെരുവ് സ്റ്റൈലിലാണ് നീ ഇപ്പം എന്നോട് സംസാരിക്കുന്നത്. എന്നിട്ട് അഞ്ജന പറയാണ്, നിനക്ക് ആഗ്രഹമുണ്ടല്ലേ ഈ വീട്ടിൽ കടന്നു കൂടാൻ? ആദ്യം മുത്തശ്ശിയെ നീ വശത്താക്കി, ഇനി നിനക്ക് വശത്താക്കേണ്ടത് അജയ്യെ. സൗഭാഗ്യപുരത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് നിനക്കറിയോ? സൗഭാഗ്യപുരത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ നിൻ്റെ സംസ്കാരം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പം അഞ്ജന പറയാണ്, അല്ല മാഡം, ഭൂമി IPS അല്ലല്ലോ, ഭൂമി IAS അല്ലല്ലോ, ചായക്കടക്കാരിയല്ലേ. നാട്ടുകാർ കുടിച്ച ചായ ഗ്ലാസ് കഴുകൽ, പാത്രം കഴുകൽ, എച്ചിൽ പെറുക്കൽ, ഓ ഷെയിൻഫുൾ വർക്ക്. ആലോചിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരികയാണ്. അത് കേൾക്കുമ്പോൾ ഭൂമി പറയും, എങ്കിൽ മാഡം വൈകാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേ. ഡി എന്ന് പറയുമ്പോൾ അലറണ്ട, നീ പറഞ്ഞല്ലോ എൻ്റെ പണി ഷെയിംഫുൾ ആണെന്ന്. എന്നിട്ട് ഭൂമി പറയും, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ അവളടുത്ത് ഇങ്ങനെ തട്ടിക്കയറുകയാണ്. എന്നിട്ട് അഞ്ജന പറയും, നീ എന്നോട് എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ എന്നോട് കാണിച്ചതൊക്കെ ഫാദർലെസ് പരിപാടിയാണ്. അപ്പോൾ ഭൂമി ചോദിക്കുകയാണ്, മലയാളത്തിൽ പറയടി, നീ പറഞ്ഞത് തന്തയില്ലായ്മ എന്നല്ലേ? അതെ, തന്തയില്ലായ്മ എന്ന് തന്നെയാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവനൊരു ചെറ്റയായിരിക്കും എന്നൊക്കെ അഞ്ജന പറയുമ്പോൾ ഭൂമിക്ക് ഇങ്ങനെ കലി അടങ്ങണില്ല. അങ്ങനെ ഭൂമി നല്ല ആഞ്ഞു വീശി അഞ്ജനയുടെ കവിളത്തൊന്ന് കൊടുക്കുകയാണ്. അതും കണ്ടുകൊണ്ടാണ് അജയ് കയറി വരുന്നത്. അതിൽ അജയ് ഓടി വന്നിട്ട്, ഹേയ് മാറ്, വീട്ടിൽ കയറി തല്ലുന്നോ? എന്നാൽ എന്നെ തല്ലടി, തല്ലി നോക്കടി എന്നൊക്കെ ഭൂമിയുടെ അടുത്ത് തട്ടിക്കയറും. അപ്പോൾ ഭൂമി പറയാണ്, തല്ലും സാറേ, എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഭൂമി ആരെയും തല്ലും, വേണമെങ്കിൽ സാറേയും ഞാൻ തല്ലും, അതിന് ജയിലിൽ കിടക്കേണ്ടി വന്നാലും ശരി എന്നൊക്കെ പറയും. അങ്ങനെ ഭൂമി ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് കിറ്റ് എടുത്തിട്ട് പെട്ടെന്ന് പോവുകയാണ്. എന്നിട്ട് പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവളിങ്ങനെ ഇരുന്ന് കരയാണ്. കാരണം അവൾക്ക് ഭൂമി എന്തും സഹിക്കും, പക്ഷേ സ്വന്തം അച്ഛനെ പറയുന്നത് മാത്രം അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അജയ് പിന്നെ അഞ്ജനയെ ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭവാനി മേലെ ഹാളിൽ നിന്നിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യുമായിരിക്കും. ആ സമയത്ത് അച്യുതൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ അച്ചേട്ടൻ പെട്ടെന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്ന സമയത്ത് മേലേക്ക് നോക്കുമ്പോൾ ഭവാനി അവിടെ ഫോൺ ചെയ്യുന്നത് കാണും. അങ്ങനെ ഭവാനിയാണെങ്കിലോ ഫോൺ ചെയ്ത് ഇങ്ങനെ തിരിയുമ്പോൾ അച്യുതനെയും കാണുകയാണ്. പെട്ടെന്ന് ഭവാനി എന്താണ് അയാൾ ഇങ്ങനെ പോയതെന്ന് കരുതി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ഭവാനി മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, എന്തിനാണ് ഇയാൾ എന്നെ ഭയക്കുന്നത്? ഇനി അഭിരാമിയെ ഇയാൾ കൊന്നിട്ടില്ലേ? എങ്കിൽ ഇയാൾ എന്നെ ചതിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് ഇങ്ങനെ മാധവൻ റൂമിലിരുന്നിട്ട് ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും 10 ലക്ഷം അല്ലേ, അത് ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് വരികയാണ്. അങ്ങനെ കാറിൽ കയറാൻ നേരം 2 ലക്ഷത്തിൻ്റെ നോട്ട് അവിടെ താഴെ വീഴുകയാണ്. ഭൂമി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഇയാൾ കാറെടുത്ത് പോകുന്നത്. ആ സമയത്ത് ഭൂമി ആ നോട്ടുകെട്ടുകൾ താഴെ വീഴുന്നത് കണ്ടിട്ടുണ്ടാവും. പെട്ടെന്ന് ഭൂമി സാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കാണാതെ വണ്ടി എടുത്ത് പോവുകയാണ്. അങ്ങനെ ഭൂമി ആ നോട്ടുകെട്ടുകൾ പെറുക്കിയെടുക്കും. അപ്പോൾ ഭൂമി ഇങ്ങനെ മനസ്സിൽ കരുതാണ്, അച്ഛൻ്റെ ഓപ്പറേഷത്തിന് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ അവൾ ഓർക്കുകയാണ്. എന്നിട്ട്
എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൾ മറ്റൊരാളുടെ പൈസ മോഷ്ടിക്കാനൊന്നും അവൾ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുത്തശ്ശിന്ന് വിളിച്ചിട്ട് അകത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ ഭൂമി പറയും, ദേ മാധവൻ സാറ് വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ഈ പൈസ വീണത് കണ്ടില്ല, ഞാൻ വിളിച്ചപ്പോൾ കേട്ടതുമില്ല, എന്താ മുത്തശ്ശി എന്നും പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അഞ്ജനയ്ക്ക് നല്ല ദേഷ്യം വരും. സംഗീതയ്ക്കും മുത്തശ്ശിക്കാണെങ്കിൽ ഭൂമിയോടുള്ള മതിപ്പ് ഒരുപാട് കൂടുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയും, ആരും ചെയ്യാത്ത കാര്യമാണ് മോള് ചെയ്തത്, കാരണം ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെയൊന്നും തരില്ല, എന്തായാലും മോളിത് വെച്ചോ, മുത്തശ്ശി മോൾക്ക് തരുന്ന സ്നേഹ സമ്മാനമാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് ഭൂമിയുടെ നേരെ നീട്ടും. അപ്പോൾ ഭൂമി പറയാണ്, അയ്യോ മുത്തശ്ശി എനിക്കിത് വേണ്ട, ഞാനിത് വാങ്ങിച്ചാൽ കൈക്കൂലിയായി പോവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അന്നേരം മുത്തശ്ശി സംഗീതയുടെ അടുത്ത് പറയും, എന്ത് നല്ല മോളാലെ, അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. പിന്നീട് അച്ചേട്ടൻ ഇങ്ങനെ സൈക്കിളെടുത്ത് ഭൂമിയുടെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അംബികേച്ചി പറയും, ഈ അച്ചേട്ടൻ പോയിട്ട് എത്ര സമയമായി എന്നാ, എന്താ അച്ചേട്ടാ ഇതുവരെ വൈകിയത്, ഞാൻ എന്താ കാണാത്തതെന്ന് കരുതി നിൽക്കുകയായിരുന്നു. അന്നേരം അച്ചേട്ടൻ പറയും, അവിടെ പൂജയൊക്കെ നടക്കില്ലേ, അവിടുത്തെ മുത്തശ്ശിക്ക് എന്ത് നല്ല സ്വഭാവമാണ്, ഭൂമിയെ പറ്റി അവർ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു, നല്ല മോളാണ്, നമ്മുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു. ആ ഭാഗ്യം നമ്മളെ കൈവിട്ട് പോവോ അംബികയെ എന്ന് ചോദിക്കുമ്പോൾ അംബികേച്ചി പറയും, ഈ അച്ചേട്ടന് എപ്പോഴും ഈ ഒരു കാര്യം തന്നെ ഉള്ളോ, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നാൻ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? അതില്ല, എന്നാൽ വേഗം വാ ഭക്ഷണം എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് അംബികേച്ചി അകത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ അച്ചേട്ടൻ മനസ്സിലിങ്ങനെ ആലോചിക്കും, ഭൂമി എന്താ കാണാത്ത, എന്ത് പറ്റി എൻ്റെ മോൾക്ക്, ഇനി ഭവാനി എങ്ങാനും തിരിച്ചറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഭൂമി സ്കൂട്ടി എടുത്തിട്ട് അവിടേക്ക് വരിക. എന്നിട്ട് ഭൂമി ചോദിക്കും, ഈ അച്ഛൻ ഇത് എവിടെയായിരുന്നു, ഞാൻ എത്ര നോക്കി അച്ഛനെ എവിടെ പോയതായിരുന്നു, അവിടെ ഒന്നും കണ്ടില്ലല്ലോ. അപ്പോൾ അച്ചേട്ടൻ പറയും, അവിടെ വലിയ വലിയ ആളുകളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ് മോളെ അച്ഛൻ മാറി നിന്നത്, എൻ്റെ അച്ഛനേക്കാൾ വലിയവരാരാ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അച്ചേട്ടൻ്റെ മൂക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് ഭൂമി പറയും, എന്ത് രസാ സൗഭാഗ്യപുരത്ത്, എന്തൊരു സ്നേഹമാണ് അവിടെ ഉള്ളവർക്കൊക്കെ, അവിടെ എല്ലാവരും ഉണ്ട്, മുത്തശ്ശിയും വല്യച്ഛനും എല്ലാവരും ഉണ്ട്, അതുപോലെ ആയിരിക്കണം, കൂട്ടുകുടുംബമായി ജീവിക്കാൻ എന്തൊരു സന്തോഷമായിരിക്കും അവിടെ, ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വന്നാലും താങ്ങി നിർത്താൻ കൂടെ എല്ലാവരും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഇങ്ങനെ മഹാത്മ്യം ഇങ്ങനെ വായി തോരാതെ സംസാരിച്ചപ്പോൾ അച്ചേട്ടന് അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.